Hi students, today we are going to study the subject Sustainable Engineering. So we were discussing first module of Sustainable Engineering. In this session we are dealing with Clean Development Mechanism, which is also known as CDM. Okay. So before moving into CDM, let's see what is Kyoto Protocol. So Kyoto Protocol was adopted in Kyoto, Japan on 11th December 1997 and entered into force on 16th February 2005. And there are currently 192 countries which follows this Kyoto Protocol. Okay, so let's see what is the goal of Kyoto Protocol. The goal of the Kyoto Protocol is to solve the problem of global warming by setting target levels for nation to reduce and control of emission of the main anthropogenic greenhouse gases. Okay, so Kyoto പ്രോട്ടോക്കോളിൻ്റെ ഒരു മെയിൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ നമുക്കെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ എൻവയോൺമെൻറ്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഗ്ലോബൽ വാർമിങ്. ഓക്കെ, സോ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോകരാഷ്ട്രങ്ങളിൽ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു സർട്ടൺ റേറ്റ്സ് അല്ലെങ്കിൽ ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എന്തിനാണ് ആ ടാർഗറ്റ്? ഇറ്റ് ഈസ് ഫോർ കൺട്രോൾ ദ എമിഷൻ ഓഫ് മെയിൻ ആന്ത്രോപോജനിക് greenhouse gases. So anthropogenic means human emitted, human activities കാരണം എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർട്ടൺ ലെവൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, സോ ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇതിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പെനാലിറ്റി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. അപ്പോൾ എന്താണ്, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക, അതിൽ താഴെ മാത്രമേ എമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇഫക്റ്റിനെ കുറയ്ക്കാൻ പറ്റും. സോ വി ക്യാൻ സേ that the goal of the Kyoto Protocol is to solve the problem of global warming by setting target levels for nation to reduce and control of emission of the main anthropogenic greenhouse gases. Okay, so ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ആന്ത്രോപോജനിക് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഓക്കെ, let's see what are the mechanisms of Kyoto Protocol. So Kyoto Protocol under mainly വരുന്ന 3 mechanisms ആണ്. First one is International Emission Trading. It is also known as, or it is abbreviated as IET. And then Clean Development Mechanism CDM. Joint Implementation. Okay, Joint Implementation. It is JI. സോ നമുക്ക് ആ ക്യോട്ടോ പ്രോട്ടോകോൾ മെക്കാനിസത്തിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ക്യോട്ടോ പ്രോട്ടോകോൾ ഈസ് ഇൻവെൻറ്റഡ് ഫോർ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ UNFCCC. ഓക്കെ, FCC. ഓക്കെ, അപ്പോൾ UNFCCC എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ കൊണ്ടുവന്നത്. ഓക്കെ, സോ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ നമ്മൾ ബേസിക് ആയിട്ട് രണ്ടായിട്ട് ഓൺ ദ ബേസിസ് രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്, അലവൻസ് ബേസ്ഡും പ്രൊജക്ട് ബേസ്ഡും. സോ അലവൻസ് ബേസ്ഡിനകത്ത് വരുന്നതാണ് ഇൻ്റർനാഷണൽ എമിറ്റിംഗ് ട്രേഡിംഗ്, അതായത് IET എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ കാര്യങ്ങളാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് യൂണിറ്റ് അതിനകത്തെ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നമ്മളൊരു സർട്ടൺ യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് അസൈൻഡ് എമൗണ്ട് യൂണിറ്റ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്യോട്ടോ പ്രോട്ടോക്കോളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. സോ ഇൻ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം വി ആർ ഡീലിംഗ് വിത്ത് ഡെവലപ്പിംഗ് ആസ് വെൽ ആസ് ഡെവലപ്ഡ് കൺട്രീസ്. സോ ദിസ് ഈസ് മെഷേർഡ് ഇൻ യൂണിറ്റ്സ് ഓഫ് കാർബൺ റിഡക്ഷൻ യൂണിറ്റ്. ഓക്കെ, CRU. And second project-based protocol mechanism comes under Kyoto Protocol is joint implementation. So joint implementation is also deals with
developed countries. So the unit in joint implementation is emission reduction units, so ERU. Okay, so these are the mechanisms of Kyoto Protocol. നമുക്ക് ഇനി പഠിക്കാനുള്ളത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിനെ പറ്റിയാണ്. സോ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിനകത്ത് നമ്മൾ പറയുന്നത് കാർബൺ എമിഷൻ റിഡക്ഷൻ, അപ്പോൾ കാർബണിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ദ CDM allows emission reduction projects. So നമ്മൾ അപ്പുറത്ത് കണ്ടതാണ് emission reduction projects in developing countries to earn certified emission reduction carbon credits. So ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിനകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത് കാർബണിൻ്റെ എമിഷനെ റിഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ മെയിൻലി ആ പ്രോജക്റ്റ്, ഇതെല്ലാം ഒരു പ്രൊജക്റ്റ് ബേസ്ഡ് ആണല്ലോ. സോ അതിന് വേണ്ടുന്ന കാർബണിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോജക്ട്സ് നമ്മൾ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ അവരുടെ ഓരോരോ ആക്ടിവിറ്റീസിനനുസരിച്ച് എത്രത്തോളം കാർബണിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് കിട്ടും? സെറ്റ് ഓഫ് ക്രെഡിറ്റ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? Carbon credits. So CDM allows emission reduction projects in developing countries to earn certified emission reduction carbon credits. So നമ്മൾ ഇവിടെ എല്ലാം ഡീൽ ചെയ്യുന്നത് കാർബൺ ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, so each carbon credit is equivalent to reduction of 1 metric ton of carbon dioxide. So എന്താണ് കാർബൺ ക്രെഡിറ്റിൻ്റെ ആ ഒരു റേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഓരോ മെട്രിക് ടൺ whenever a country or whenever a country is reduces 1 metric ton of carbon dioxide emission, they will get 1 carbon credit. ഓക്കെ, സോ മെയിൻലി ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. സോ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കാർബൺ, ഇത് CDM മെക്കാനിസത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. ആ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ഓരോ മെട്രിക് ടണ്ണിലുള്ള കാർബണിൻ്റെ, ഓരോ മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റിഡക്ഷൻ അവർ അച്ചീവ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നു? ഓരോ കാർബൺ ക്രെഡിറ്റ്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫൈഡ് എമിഷൻ റേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. സോ ദീസ് CER, സർട്ടിഫൈഡ് എമിഷൻ റേറ്റ്സ്, ക്യാൻ ബി ട്രേഡഡ് ആൻഡ് സോൾഡ്. Emission rejection projects in developing countries can earn certified emission reduction credits. Okay, so അപ്പോൾ എന്താണ് ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഈ പ്രൊജക്ട്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ അവർ ഓരോ മെട്രിക് ടൺ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യുമ്പോഴും അവർക്ക് കിട്ടുന്ന കാർബൺ ക്രെഡിറ്റ്സിനെ ഇവർ എന്ത് ചെയ്യുന്നു? ട്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, സോൾഡ് ചെയ്യുന്നു ടു ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, സോ നമ്മൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതൽ ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകളും കാര്യങ്ങളും നടക്കുന്നത്. അവിടെയാണ് കാർബൺസിൻ്റെ എമിഷനൊക്കെ കൂടുതൽ. ഓക്കെ, സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എത്രത്തോളം കാർബൺ ക്രെഡിറ്റ്സ് ആണ് ഒരു കൺട്രിയിലുള്ളത്, അതിനനുസരിച്ചിട്ട് ആ കൺട്രിയിൽ എമിറ്റ് ചെയ്യാൻ പറ്റുന്ന കാർബണിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു എന്നതിൻ്റെ ആ ഒരു ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, സോ അപ്പോൾ എന്താണ്, ഡെവലപ്ഡ് കൺട്രീസിൽ അവർ ഓൾറെഡി അവരുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കാരണം അവർക്ക് ഒരുപാട് ആ ലിമിറ്റ് അവർ ക്രോസ് ചെയ്യാറായിക്കാണ്. അപ്പോൾ ഇനി അവർക്ക് ആ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ട് പെനാലിറ്റിയും കാര്യങ്ങളും അടയ്ക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരുടെ കയ്യിൽ കാർബൺ ക്രെഡിറ്റ്സ് വേണം. സോ നമ്മളുടെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രോസസ്സൊന്നും നടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പിംഗ് കൺട്രീസിന് വിൽക്കാൻ പറ്റും. ഫെയർ റേറ്റ് വെച്ചിട്ട് നമുക്ക് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ these saleable credits can be used by industrialized countries to meet a part of their emission reduction target under Kyoto Protocol. So ആ Kyoto Protocol, so നമുക്ക് ഒരുപാട് ആവശ്യമില്ല കാർബൺ ക്രെഡിറ്റ്, കാരണം പക്ഷെ നമ്മൾ കൂടുതൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഒരുപാട് കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്, കാരണം ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി കൺട്രീസ്. സോ പക്ഷേ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും കാർബൺ ക്രെഡിറ്റ്സിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് അധികമായിട്ടുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റുള്ളവർക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മളത് ആർക്ക് വിൽക്കുന്നു? ഡെവലപ്ഡ് കൺട്രീസിന് വിൽക്കുന്നു, കാരണം അവർക്കാണ് കാർബൺ ക്രെഡിറ്റ്സിൻ്റെ കൂടുതൽ ആവശ്യം. പക്ഷേ കൂടുതൽ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുന്ന ആരാ? ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഫെയർ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ആ ഫിഗർ നോക്കുക. റെഡ്
റെഡ് ഷേപ്പിൽ വരുന്നതിനകത്ത് ഡെവലപ്ഡ് കൺട്രീസ് നീഡ്സ് കാർബൺ ക്രെഡിറ്റ്സ്. സോ നോക്കി, ഡെവലപ്ഡ് കൺട്രീസിന് അവരുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് കാർബൺ ക്രെഡിറ്റ്സ് ആവശ്യമാണ്. പക്ഷേ ഡെവലപ്പിംഗ് കൺട്രിയിലാണ് കൂടുതൽ കാർബൺ ക്രെഡിറ്റ്സ് ഉള്ളത്. അതാണ് നമ്മൾ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുന്നു? CDM ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ ഡെവലപ്ഡ് കൺട്രീസ് സെറ്റ്സ് പ്രോജക്ട്സ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. സോ ആ പ്രൊജക്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയിൽ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? അവർ കാർബൺ ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്യുന്നു. അങ്ങനെ അവർക്ക് എന്താണ്? സർട്ടിഫൈഡ് CERs കിട്ടുന്നു. CER സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. അപ്പോൾ അവർക്ക് എന്താണ്? സർട്ടിഫൈഡ് ആയിട്ടുള്ള എമിഷൻ റിഡക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ ഇതിന് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ്സ്. അവരെ ആ കിട്ടുന്ന കാർബൺ ക്രെഡിറ്റ്സിനെ ഈ ഡെവലപ്പിംഗ് കൺട്രി എങ്ങോട്ട് കൊടുക്കുന്നു? വെറുതെ കൊടുക്കുകയല്ല, അവർക്ക് വിൽക്കുകയാണ് അല്ലേ? സോ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ഡെവലപ്പിംഗ് കൺട്രി കാർബൺ ക്രെഡിറ്റ്സിനെ വിൽക്കുന്നു. ഓക്കെ, സോ അതായത് കമ്പനീസ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് പേയിങ് ക്യാഷ് ടു ഓർഗനൈസേഷൻസ് ഇൻ CDM പ്രോജക്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. സോ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രിയിലേക്ക് കാശ് മുടക്കുമ്പോൾ അവർ തിരിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എന്ത് കിട്ടും? കാർബൺ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. സോ അത് ആർക്ക് വിൽക്കുന്നു? ഡെവലപ്പിംഗ് കൺട്രീസിന് വിൽക്കുന്നു. സോ ആ ഒരു സൈക്ലിക് പ്രോസസ്സ് ഓർത്തിരിക്കുക. So an industrialized country that wishes to get carbon credits from a CDM projects must obtain the consent of the developing country hosting the project that it will be contribute to a sustainable development. So sustainable development നെ എല്ലാം മാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ നമ്മൾ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. CDM പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് CER കാർബൺ ക്രെഡിറ്റ്സ് കിട്ടുന്നു. അതിനെ നമ്മൾ എങ്ങോട്ട് വിൽക്കുന്നു? ഡെവലപ്ഡ് കൺട്രീസിലേക്ക് വിൽക്കുന്നു. ഇനി CDM Executive Board issues credits called certified emission reduction, commonly known as carbon credits. So CDM projects ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ കാർബൺ ക്രെഡിറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, Delhi Metro Rail Corporation DMRC earned 4.2 crores of carbon credits by selling 82,000 CERs certified emission rates in 2010 for using regenerative braking system that reduces 30% of electricity consumption. അതായത് നമ്മുടെ DMRC ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം മെട്രോയിൽ ഇൻക്ലൂഡ് ചെയ്തതോടുകൂടി എന്ത് പറ്റി? 30% ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ പറ്റി. സോ അതൊരു സസ്റ്റൈനബിൾ അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? ഇവരുടെ ആ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രവർത്തനം കാരണം ഇവർക്ക് എത്ര കാർബൺ ക്രെഡിറ്റ്സ് കിട്ടി? അതായത് CERs കിട്ടി, 82,000 ക്രെഡിറ്റ്സ് കിട്ടി. ഓക്കെ, ഇൻ 2010. ഇനി ഇത്രയും ക്രെഡിറ്റ്സ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമില്ല. അപ്പോൾ അത് ആർക്ക് വിറ്റു? ഡെവലപ്ഡ് കൺട്രീസിന് വിറ്റു. അങ്ങനെ അവർ എത്ര ഏൺ ചെയ്തു? 4.2 crores ഏൺ ചെയ്തു. So this is an example for CDM mechanism. So let's see what are the benefits of CDM. So first benefit is CDM could help to overcome the financial constraints associated with the adoption of cleaner technology. അല്ലേ? സോ ഈ പറഞ്ഞ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഇസ് എ ക്ലീനർ ടെക്നോളജിയാണ്. സോ അപ്പോൾ എന്താണ്? അങ്ങനെയുള്ള ടെക്നോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. Analysis shows that the renewable energy technologies are among the low-cost options for carbon mitigation. Okay, so നമ്മുടെയൊക്കെ രാജ്യത്ത് നമ്മൾ ചെയ്യുന്നത് റിന്യൂവബിൾ എനർജി ടെക്നോളജീസ് ആണ്. അപ്പോൾ നമുക്ക് കാർബൺ മിറ്റിഗേഷൻ പോസിബിൾ ആവും. Then technology transfer and development. So the last benefit of CDM is technology transfer and development. So this is all about CDM. So CDM-നെ ക്യൂട്ടോ പ്രോട്ടോക്കോളിനകത്ത് വരുന്ന ഒരു മെക്കാനിസമാണ്. CDM-നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമേജ്, ആ ഒരു സൈക്ലിക് പ്രോസസ്സിൻ്റെ ഇമേജ്, കാർബൺ ക്രെഡിറ്റ്സ് എന്താണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.